നമസ്കാരം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി.ടി. ഉഷയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട്. പാരീസ് ഒളിമ്പിക്സിനിടെ ആശുപത്രിയിൽ തന്നെ കാണാൻ എത്തിയ പി.ടി. ഉഷ സമ്മതമില്ലാതെയാണ് ഫോട്ടോ എടുത്തത്. തനിക്ക് യാതൊരുവിധ സഹായവും ഇവർ നൽകിയില്ല എന്നും സംഭവം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിച്ചതെന്നും ഒരു ഒളിമ്പിക് താരമായ പി.ടി. ഉഷ തന്റെ വേദന മനസ്സിലാക്കേണ്ട വ്യക്തിയാണ്, എന്നാൽ അത് ഉണ്ടായില്ല എന്നും വിനേഷ് പറയുന്നു. ആശുപത്രിയിൽ വിനീഷിനൊപ്പം നിൽക്കുന്ന പി.ടി. ഉഷയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് പിന്തുണയാണ് അവിടെ ലഭിച്ചതെന്ന് എനിക്കറിയില്ല. പി.ടി. ഉഷ മാഡം എന്നെ ആശുപത്രിയിൽ വന്ന് കണ്ടു, ഒരു ഫോട്ടോയും എടുത്തു. നിങ്ങൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ പലതും നടക്കുന്നത് അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലാണ്. അതുപോലെ പാരീസിലും രാഷ്ട്രീയത്തിന്റെ കള്ളക്കളികൾ നടന്നു. പലരും എന്നോട് പറഞ്ഞു ഗുസ്തി നിർത്തരുത് എന്ന്. എന്നാൽ ഞാൻ എന്തിനു വേണ്ടി തുടരണം? എല്ലായിടത്തും രാഷ്ട്രീയമുണ്ട്. ആ സമയത്ത് എന്റെ ഹൃദയം തകർന്നു പോയിരുന്നു എന്ന് വിനേഷ് പറയുന്നു. എന്നാൽ വിനേഷ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ 2028 ഒളിമ്പിക്സിനെ തയ്യാറെടുക്കുകയാണ് വേണ്ടിയിരുന്നതെന്ന് അമ്മാവനും ആദ്യ കോച്ചുമായ മഹാവീർ ഫോഗട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പീൽ നൽകാൻ വൈകി. താൻ മുൻകൈയെടുത്തതാണ് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയത്. സർക്കാർ അപ്പോഴേക്കും മെഡൽ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നുവെന്നും വിനേഷ് പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഒളിമ്പിക്സ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇനത്തിൽ അയോഗ്യയാക്കിയത്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ അനുവദനീയമായ ഭാരം കൂടിയതായി കണ്ടെത്തിയതാണ് ഫോഗട്ടിന് സ്വർണ്ണ മെഡൽ നഷ്ടമാകാൻ കാരണമായത്. എന്നാൽ ഈ നടപടിക്കെതിരെ ഇന്ത്യ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഇനത്തിൽ അവസാന സ്ഥാനമായിരുന്നു ഫോഗട്ടിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ IOA കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ അപ്പീൽ നൽകിയെങ്കിലും പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിയതിന് പിന്നാലെ വിനേഷ് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഉക്രൈനിന്റെ ഒക്സാന ലിവാച്ചിനെ 7-5 എന്ന സ്കോറിനായിരുന്നു വിനേഷ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. റൗണ്ട് ഓഫ് 16-ൽ ജപ്പാന്റെ ലോക 1-ാം നമ്പർ താരമായ ജപ്പാന്റെ യുയി സുസാസ്ക്രിയെ വിനേഷ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന താരം ജിന്ദ് മേഖലയാണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത്. രാജ്യം വിടേണ്ടി വരുമെന്ന് കരുതിയപ്പോൾ കരുത്തു തന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നുവെന്ന് വിനേഷ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ പ്രതിഷേധ ഗുസ്തി താരങ്ങളോടുള്ള BJPയുടെ മനോഭാവത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ കോൺഗ്രസ് പ്രവേശനം തന്നെ. തങ്ങൾ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും പിന്തുണയായി എത്തിയെന്നും തങ്ങളുടെ വേദനയും കണ്ണുനീരും മനസ്സിലാക്കാൻ മറ്റു പാർട്ടികൾക്ക് കഴിഞ്ഞുവെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.